ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആഴ്ചയിലെ ഫസ്റ്റ് ട്രേഡിംഗ് ഡേ 24,900 എന്നുള്ളൊരു റേഞ്ച് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റി ഒരു അല്പം കൂടി മെച്ചപ്പെട്ട നിലയിൽ പെർഫോം ചെയ്യുന്നു. മറ്റ് പ്രധാനപ്പെട്ട സെക്ടേഴ്സൊക്കെ ഈ മിനിറ്റിൽ എങ്ങനെയാണുള്ളത്? ജസ്മിൻ, നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ ഓപ്പൺ ചെയ്ത ആദ്യ നിമിഷങ്ങളിലൊക്കെ തന്നെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് ഇതുവരെയുള്ള ഒരു സമയം പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് കാണാൻ സാധിച്ചത്. ഏകദേശം ഒരു 0.5% ഒരു നേട്ടം നിലവിൽ നിലനിർത്തുന്നു. 24,958 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50-ലെ ഒരു ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിൽ 18 ഓഹരികൾ മാത്രമാണ് നേട്ടത്തിലുള്ളത്. 32 ഓഹരികളിൽ ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 0.5% മുകളിലേക്കുള്ള ഒരു നേട്ടം. അതായത് നിഫ്റ്റി ബാങ്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ടിട്ടുള്ള പല ബാങ്കിങ് ഓഹരികളുടെയും ഒരു ബിസിനസ് അപ്ഡേറ്റും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള HDFC ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒക്കെ തന്നെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനവും രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ കരുത്തിലാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അധികം പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. നിലവിൽ നോക്കുകയാണെങ്കിൽ 55,929 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിലെ ട്രേഡിംഗ് നടക്കുന്നത്. നിലവിൽ നിഫ്റ്റി ബാങ്കിൽ നിന്ന് 11 ഓഹരികൾക്ക് നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ഒരു ഓഹരി മാത്രമാണ് ഒരു ഇടിവിലുള്ളത്. നിഫ്റ്റി 50-ലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ നിലവിൽ ഒരു മികച്ച മൊമെൻറ്റം കാണാൻ സാധിക്കുന്നത് ബജാജ് ഫിനാൻസിലാണ്. ഏകദേശം 2.5% ഉള്ളൊരു നേട്ടം ബജാജ് ഫിനാൻസ് രേഖപ്പെടുന്നുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരു മികച്ച രീതിയിൽ തന്നെയുള്ളൊരു കസ്റ്റമർ ഫ്രാഞ്ചൈസി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡെപ്പോസിറ്റ്സ് പരിശോധിക്കുകയാണെങ്കിലും അഡ്വാൻസസ് പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഒരു കുതിപ്പ് ബജാജ് ഫിനാൻസിന് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓഹരി പരിശോധിക്കുമ്പോഴും അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ശ്രീറാം ഫിനാൻസ് പരിശോധിക്കുകയാണെങ്കിലും ഇപ്പോൾ ഏകദേശം 2.25% മുകളിലേക്കുള്ള ഒരു നേട്ടത്തിലേക്ക് ശ്രീറാം ഫിനാൻസിൻ്റെ ഓഹരിയും കടന്നിരിക്കുന്നു. കൂടാതെ അപ്പോളോ ഹോസ്പിറ്റൽസ് പരിശോധിക്കുമ്പോഴും 2% മുകളിലുള്ള നേട്ടമുണ്ടാകുന്നുണ്ട്. കൂടാതെ ബജാജ് ഫിൻസർവ് ഓഹരികൾ നോക്കുമ്പോൾ 1.5% ഒരു നേട്ടമുണ്ടാകുന്നു. എന്നാൽ ഇടിവിലുള്ള ഓഹരികൾ നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ പവർ ഗ്രിഡിലേക്ക് വരികയാണെങ്കിൽ 1.25% ഇടിവുണ്ടാകുന്നു. ടാറ്റ സ്റ്റീൽ പരിശോധിക്കുകയാണെങ്കിൽ 1.25%, സിപ്ലയിൽ 1% മുകളിലുള്ളൊരു ഇടിവുമാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ അഡാനി പോർട്സിനെ സംബന്ധിച്ചിടത്തോളം 1% മുകളിലുള്ളൊരു ഇടിവ് ഇന്നത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെക്കുന്നുണ്ട്. എന്നാൽ അഡാനി പോർട്സ് സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബ്രോക്കറേജ് വ്യൂ പരിശോധിക്കുകയാണെങ്കിൽ മക്വയറി നിലവിൽ ഇപ്പോൾ ഒരു ഔട്ട് പെർഫോമൻസ് റേറ്റിംഗ് തന്നെയാണ് അഡാനി പോർട്സിന് നൽകിയിരിക്കുന്നത്. 1,760 രൂപ എന്നതാണ് ഒരു ടാർഗറ്റ് പ്രൈസും പറഞ്ഞിരിക്കുന്നത്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ 1,402 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് അഡാനി പോർട്സിലെ ഒരു ട്രേഡിംഗ് നടക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സെക്കൻഡ് ക്വാർട്ടറിലേക്ക് കടക്കുമ്പോൾ വോളത്തിലൊക്കെ തന്നെ കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സെപ്റ്റംബർ മാസത്തിലൊക്കെ തന്നെ ട്രേഡിലൊക്കെ തന്നെ പല രീതിയിലുള്ള ഡിസ്ട്രപ്ഷൻസ് നേരിട്ടിട്ടുണ്ടെങ്കിലും കമ്പനിയുടെ വോളിയം ഒക്കെ തന്നെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് തന്നെ രേഖപ്പെടുത്തി എന്നൊരു കാര്യം കൂടിയാണ് മക്വയറി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു ലോങ് ടേം പ്രോസ്പെക്ട്സിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അഡാനി പോർട്സ് നൽകും എന്നൊരു വ്യൂ പോയിന്റും അവർ പറയുന്നു. കൂടാതെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നിലവിൽ ഇപ്പോൾ കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അഡാനി പോർട്സിൻ്റെ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി ആയിട്ട് മാറുന്നു. വലിയ രീതിയിലുള്ള ഒരു എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ തന്നെ കമ്പനിക്ക് ഉണ്ടെങ്കിലും മികച്ച രീതിയിലുള്ള ഒരു ക്യാഷ് ഫ്ലോ നിലനിൽക്കുന്നത് കമ്പനിക്ക് സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവാണ് എന്നുള്ളൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ് നിലവിൽ മക്വറി നിലവിൽ ഇപ്പോൾ അഡാനി പോർട്സിന് നൽകിയിരിക്കുന്നത്. എന്നാലും ഓഹരി ഇന്നത്തെ ട്രേഡിങ്ങിൽ പരിശോധിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിങ് സൂചികയിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ 0.5% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഓഹരികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിങ് സൂചികയിൽ നിന്ന് HDFC ബാങ്കിൻ്റെ ഓഹരികൾക്ക് 0.25% നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നു. കോട്ടക് മഹീന്ദ്ര ബാങ്ക് പരിശോധിക്കുമ്പോൾ 1.25% നേട്ടം രേഖപ്പെടുന്നു. AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഓഹരിയിൽ 1% മുകളിലുള്ളൊരു നേട്ടവും ബാങ്ക് ഓഫ് ബറോഡ പരിശോധിക്കുകയാണെങ്കിൽ 1.5% ഒരു മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസും ഉണ്ടാകുന്നു. സെക്ടോറിയൽ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ നിഫ്റ്റി IT-യെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു പെർഫോമൻസ് ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. 0.25% നേട്ടം നിഫ്റ്റി IT-യിൽ നിന്നുണ്ടാകുന്നു. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് സൂചിക പരിശോധിക്കുകയാണെങ്കിലും 0.25% മുകളിലുള്ള ഒരു നേട്ടത്തിലേക്ക് എത്തുന്നു. എന്നാൽ നിഫ്റ്റി മെറ്റൽ സൂചിക നോക്കുമ്പോഴും ഫാർമ സൂചിക നോക്കുമ്പോഴും FMCG സൂചികയൊക്കെ തന്നെ 0.5% മുകളിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടിയാണുള്ളത്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സൂചികയെ നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 0.25% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 26,629 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഇതിൽ തന്നെ ഓഹരികളുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ബജാജ് ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ബജാജ് ഫിൻസർവ്, ആക്സിസ് ബാങ്ക് എന്നീ പറയുന്ന ഓഹരികളൊക്കെ തന്നെ നേട്ടത്തിലെത്തുന്നു. എന്നാലും SBI ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടിവുണ്ടാകുന്നു. ഏകദേശം 1% മുകളിൽ. പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഓഹരി പരിശോധിക്കുമ്പോഴും 1%-ഓളമുള്ളൊരു ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി IT സൂചികയിൽ
നിഫ്റ്റിയിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം 250 പോയിന്റുകളുടെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 34,191 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഐ ടിയിലെ ഒരു ട്രേഡിംഗ് നടത്തുന്നത്. ഐ ടി ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ പേഴ്സിസ്റ്റന്റ് സിസ്റ്റത്തിന്റെ ഓഹരി 1.25% നേട്ടം രേഖപ്പെടുന്നു. TCS 1.25% നേട്ടം രേഖപ്പെടുമ്പോൾ LTI മൈൻട്രിക്ക് 1.5% ഒരു നേട്ടവും HCL ടെക് 1%, ഇൻഫോസിസ് 0.5% ഒരു നേട്ടവും രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു മികച്ച ഒരു തിരിച്ചുവരവ് തന്നെ നിഫ്റ്റി ഐ ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അവസാനമായിട്ട് വിപണി പരിശോധിക്കുകയാണെങ്കിൽ ജാസ്മിൻ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു 0.5% നേട്ടം ഉണ്ടാകുന്നു. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 0.5% മുകളിലുള്ളൊരു നേട്ടം നിലനിർത്താൻ നിഫ്റ്റി ബാങ്കിങ് സൂചികയ്ക്കും സാധിക്കുന്നുണ്ട്. ഇവയാണ് ജാസ്മിൻ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്.